നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. ഉദ്ഘാടനത്തിനിടെ പിണങ്ങിപ്പോയി സ്പീക്കർ എൻ ഷംസീർ. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ അധ്യാപകർ സംസാരിച്ചതാണ് സ്പീക്കറെ പ്രകോപിതനാക്കിയത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. അധ്യാപകരെ ശകാരിച്ച സ്പീക്കർ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു മടങ്ങി. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്രകാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. കുട്ടികൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, എന്നാൽ അധ്യാപകരാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. ആളുകൾ ഇങ്ങനെ സ്പീക്കർ പ്രസംഗിക്കുമ്പോൾ ആളെ കിസ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഞാൻ ആരോട് പ്രസംഗിക്കാൻ? അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ, ചില ഉരുപ്പിടികൾ അങ്ങനെയാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാൻ നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും ഇപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് അധ്യാപകരെ ശ്രദ്ധിക്കാത്ത, അതിനേക്കാൾ നല്ലത് പിന്നെ പ്രസംഗം നിർത്തുന്നതാണല്ലോ. ഇവരൊക്കെ എന്നായിരുന്നു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത്? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.